നമ്മളുടെ പോഷ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഇപ്പോൾ നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന അനുശ്രീ, ഒരു കൈയടി പ്ലീസ്. വെൽക്കം അനുശ്രീ. ഒരുപാട് സന്തോഷം. അത് മാത്രമല്ല, ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് ഇങ്ങനൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ സ്വന്തം ഉണ്ണിയുടെ ഇന്നാണ്. ഉണ്ണി പ്ലീസ് ഒന്ന് സ്റ്റേജിലേക്ക് വരിക. ഉണ്ണിയുടെ വൈഫും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു പ്ലാനിങ്ങും കൂടെയാണ്. ഫൈനലി ഇന്നാണ് ഒരു ബിഗ് ഡേ അല്ലേ, ആ ഒരു ഡ്രീം ഡേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു വലിയ താങ്ക് യു പറയുവാണ്, ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിനും. ആൻഡ് പ്ലസ് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഒരു നെക്സ്റ്റ് ഡോർ ഗേൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അനുശ്രീ. അനുശ്രീനെ നമ്മൾ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും എല്ലാവരുടെ അടുത്തും വളരെ ഹാപ്പി ആയിട്ട് ഒരു സെൽഫി ചോദിച്ചാൽ പോലും അങ്ങോട്ട് ചെന്ന് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അനുശ്രീ. അപ്പോൾ ഇവിടെ വന്ന് ഇത് ഇനാഗ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എന്ന് ഞങ്ങൾ എല്ലാവരും പറയുന്നു അനുശ്രീ. അപ്പോൾ ഒരു 2 വാക്ക് ശരിക്കും അനുശ്രീക്ക് പറയാൻ. ഹലോ, നമസ്കാരം, ഹാപ്പി ഓണം. ഒത്തിരി സന്തോഷം. ഞാൻ ആദ്യമേ പറയാം, ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ ഭയങ്കര ട്രഡീഷണലി കോസ്റ്റ്യൂം ഇട്ട് പോകുന്ന ആളാണ്. പോഷ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ് ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റിൽ വന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും എന്നെ ഇനാഗ്രേറ്റ് ചെയ്യാൻ വിളിക്കുമ്പോൾ സാരി അല്ലേ എന്ന് ചോദിക്കാറുണ്ട് ഇങ്ങോട്ടേക്ക്. സോ പോഷ് നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ ഔട്ട്ഫിറ്റിലാണ്. അപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാട് വെസ്റ്റേൺ ക്ലോത്ത്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ഒരുപാട് സന്തോഷം പൂച്ചാക്കലിൽ വരാൻ പറ്റിയതിൽ. ഈ ഒരു ഓണം നാളുകളിൽ നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ക്ലോത്ത്സും ഔട്ട്ഫിറ്റും ഒക്കെ നിങ്ങൾക്ക് പോഷിൽ നിന്ന് കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും നേരാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ഒരുപാട് നാൾ കഷ്ടപ്പെട്ടതിൻ്റെ പ്രയോജനമാണ്. നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ തന്നെ അറിയാം. അതിൻ്റെ ഗുണം, അതിൻ്റെ മേന്മ എന്തായാലും ഉണ്ടാവട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങല്ലേ, ഇനാഗ്രേറ്റ് ചെയ്യല്ലേ. അനുശ്രീ, ഒരു 2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അനുശ്രീ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ഡ്രസ് കോഡ് ഉണ്ടാവാം. പക്ഷെ അതിലൊക്കെ ഉപരി, സിനിമ ക്യാരക്ടേഴ്സിലൊക്കെ ഉപരി അനുശ്രീക്ക് മനസ്സിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ഒരു ഡ്രസ് കോഡ് എന്താണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ സാരിയിൽ കാണാൻ തന്നെയാണ്. അത് സിനിമയിൽ വന്നതിന് ശേഷമല്ല, അതിന് മുമ്പും. കാരണം എൻ്റെ അമ്മ പറയാറുണ്ട്, എൻ്റെ 7th 8th സമയത്തൊക്കെ വെക്കേഷന് ഞാൻ ആദ്യം എക്സാം കഴിഞ്ഞ് വരുമ്പോൾ പറയുന്നത് എനിക്ക് സാരി തരണം എന്നാണ്, ഉടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ വെക്കേഷൻ അവിടെ പോകണം ഇവിടെ പോകണം എന്നല്ല പറയുക, എപ്പോഴും കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് സാരി ഉടുത്ത് കാണാനായിരുന്നു അന്നേ എനിക്കിഷ്ടം. അപ്പം അമ്മേൻ്റെ സാരിയാണ്. അപ്പം ഒരിക്കലും സിനിമയിൽ വന്നതിന് ശേഷമുള്ള ഒരു സാരിയോടുള്ള ഇഷ്ടമല്ല, എനിക്ക് മുന്നേ ഒരുപാട് ഇഷ്ടമാണ് സാരി. പിന്നീട് സിനിമയിൽ വന്നതിന് ശേഷം, പ്രോഗ്രാംസൊക്കെ ചെയ്യാൻ വന്നതിന് ശേഷം എനിക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നത് സാരിയിലാണ്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും എനിക്ക് പേഴ്സണലി വരുന്ന മെസ്സേജൊക്കെ നോക്കുമ്പോഴും ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ മോഡേൺ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ അപ്പോൾ പേഴ്സണലി കമൻ്റ് ഇടും, ചേച്ചി വേണ്ട സാരി 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 എന്ന്. അതെ, ഞാനപ്പോൾ അവരോട് പേഴ്സണലി പറയും, ഞാനൊന്ന് മാറ്റി ഇട്ടോട്ടെ എന്ന് പറയും. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ സാരി ഉടുക്കുന്നത്. ട്രഡീഷണലി എന്നെ കാണാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പൊട്ടില്ലാത്ത എന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഏത് കോസ്റ്റ്യൂം ഇട്ടാലും ഞാനിങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു പൊട്ടെന്ന് ചോദിക്കും. ഇത് കഴിഞ്ഞാലും ചിലപ്പോൾ അപ്പം തന്നെ ഞാൻ പൊട്ടെടുക്കുന്നത്. എനിക്ക് പൊട്ടില്ലാത്ത എന്നെ ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ചെറിയ ഇഷ്ടങ്ങളും ഭാഷകളൊക്കെ ഉള്ള ആളാണ്. അതുപോലെ തന്നെ പോഷ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, പൂച്ചാക്കലിൽ ഇങ്ങനൊരു സ്റ്റോർ ഇത് ഫസ്റ്റ് ടൈമാണ്. അത് മാത്രമല്ല, നമ്മൾ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും കാലിക്കറ്റൊക്കെ കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് അതേപോലെ ഇൻറ്റീരിയേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വന്ന് റീസണബിൾ പ്രൈസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം കൂടെയാണ്. ഞാൻ ഓൾസോ അത് ചോദിച്ചു, ബിക്കോസ് എൻ്റെ അടുത്ത് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന വഴിയിൽ ഞാൻ അതാ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ സെൻറ്റർ എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് ആൾക്കാർ അതിനെ കൂടുതൽ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഏറ്റവും പെട്ടെന്ന് തന്നെ വിജയപാതയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷ.
ഇനി ഫൈനലി ഒരു 10-20 സെക്കൻഡ് എടുത്ത് ഉണ്ണിക്കും കൂടെ പറയാനുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഉണ്ണിയാണെങ്കിലും അനുശ്രീയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. മീഡിയ ഇൻഡസ്ട്രിയിലാണ് ഉണ്ണിയും വർക്ക് ചെയ്യുന്നത്. ഈസ് എ വെരി ഗുഡ് DOP, അതുപോലെ തന്നെ ഒരു ഡയറക്ടർ, ക്യാമറാമാൻ, ഇതെല്ലാം തീർച്ചയായിട്ടും ഞങ്ങളുടെ ജിഞ്ചർ മീഡിയയുടെ ജിഞ്ചർ മീഡിയ ടീമിന്റെ വൺ ഓഫ് ദ മെയിൻ DOP ആണ്, ചീഫ് DOP ആണ് ഉണ്ണി. അടുത്ത് തന്നെ ഉണ്ണിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ണിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു ഡയറക്ഷൻ, ഒരു മൂവി ചെയ്യണമെന്നാണ്. അത് ഒരു 2 വർഷത്തിനുള്ളിൽ അത് സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നു. ഞാൻ അനുശ്രീക്കൊക്കെ അതിലൊക്കെ നമുക്കൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ണി അനുശ്രീ ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈസ് വൺ ഓഫ് ദ ഫേമസ് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അപ്പോൾ ഉണ്ണിക്ക് 2 വാക്ക്. ഉണ്ണിയുടെ വൈഫും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഭയങ്കര ഫാമിലി ഫ്രണ്ട്സാണ്, ദ ഹോൾ ജിഞ്ചർ മീഡിയ ടീം. വേറെ തന്നെ ഞങ്ങൾ ഭയങ്കര ടെൻഷനിലാണ്. ഒത്തിരി പ്രതീക്ഷയും ഒത്തിരി ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ ഷോപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിൽ നമുക്ക് റീസണബിൾ ആയിട്ട് നമ്മുടെ ഈ എല്ലാ നാട്ടുകാർക്കും വന്ന് പർച്ചേസ് ചെയ്യണം. കാണിപ്പാറിയ മരൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നേരം കഴിഞ്ഞാണ് കൊച്ചി എത്താൻ പറ്റുക. അപ്പോൾ അത്രയും പോവാതെ അവരുടെ ലൊക്കാലിറ്റിയിൽ അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റണം. അവർക്ക് ട്രെൻഡ്സ് വേണം, അവരുടെ ട്രെൻഡി വേഴ്സിൻ്റെ അപ്ഡേറ്റ്സ് വേണം. അപ്പം അങ്ങനെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ഷോപ്പ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഒരുപാട് ഫ്രണ്ട്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനോഗ്രേഷനിൽ പറഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഫസ്റ്റിൽ വെച്ചിരുന്നത് അനുശ്രീമാർക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അത് ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ നല്ല ഡേറ്റും കാര്യങ്ങളൊക്കെ ഒക്കെയിട്ട് മാം പറഞ്ഞു. ഞാൻ വളരെ ഹാപ്പിയാണ് അതിൽ. പിന്നെ എനിക്കറിയാം ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ശംഭുഗ്രോ എനിക്കറിയാം. പക്ഷെ അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആരെയും വിട്ടുപോയിട്ടില്ല. എല്ലാവർക്കും വളരെയധികം താങ്ക് യു, ഒത്തിരി നന്ദി പറയാണ്. ആരെയൊക്കെ ചെറിയ ഹെൽപ്പാണെങ്കിലും അതൊക്കെ ഒരു ബിഗ് ഹെൽപ്പ് തന്നെയാണ്. സോ എല്ലാവർക്കും ഒരു നന്ദി പറയുന്നു. എല്ലാവരും വരണം, എല്ലാവരും പർച്ചേസ് ചെയ്യണം. ഇത് കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്. ഇവിടെ അങ്ങനെയില്ല, നിങ്ങൾക്ക് വരിക, നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക, നിങ്ങൾ പർച്ചേസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഉണ്ണി ഓക്കെ അല്ലേ? ശരി. അപ്പോൾ എന്നാൽ ഈ ഒരു ഇമോഷണൽ മൊമെന്റും കൂടെയാണ് കുറേ വർഷത്തിന് ശേഷം. അപ്പോൾ നമുക്കിനി ടൈം വൈകിക്കാതെ ഇനാഗ്രേഷനിലേക്ക് കിടക്കാം. റൈറ്റ്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈയടിക്കാം പ്ലീസ്. നമ്മുടെ നാട്ടിലേക്കാണ് അനുശ്രീ വന്നത്. സോ നമ്മളാണ് വെൽക്കം ചെയ്യേണ്ടത്. അപ്പോൾ ഇനാഗ്രേഷനിലേക്ക് പോകാം. അച്ചോടാ, ഹലോ. ഒരു കൊച്ചു മെടുക്കൻ അല്ലേ? അതിൻ്റെ ഇത് വേണമെങ്കിൽ അഴിക്കാം അല്ലേ? നോക്ക്. ഓക്കെ, അപ്പോൾ നമ്മളെ ആ ഒരു സ്പെഷ്യൽ മൊമെന്റിലേക്ക് നമ്മൾ പോവാണ്. പൂച്ചാക്കലിന്റെ സ്വന്തം പോഷ്, പേര് പോലെ തന്നെ പോഷ് ആയിട്ടുള്ള എല്ലാവിധ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ്, ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും. അപ്പോൾ ദാറ്റ് മൊമെന്റ്, അനുശ്രീ വെൽക്കം ടു പോഷ്. നമ്മൾ ഇനാഗ്രേഷനിലേക്ക് പോവാണ്. യെസ്, ഒന്ന് കൈയടിക്കാം പ്ലീസ്.